എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ആദ്യം താഴേക്ക് വരുവാണ്, ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ശ്രുതിനെ കണ്ട ഉടനെ ആന്റി എന്ന് പറഞ്ഞ് ഓടി ചെല്ലുവാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. ശ്രുതിയുടെ മുന്നിൽ ചെന്ന് ചോദിച്ചു, അല്ല ആന്റിക്ക് എന്നെ മനസ്സിലായില്ലേന്ന് ചോദിക്കുക. ഇതെന്താ ആന്റി ഒന്നും മിണ്ടാത്തെ? എന്താ ആന്റി മിണ്ടാത്തെ? എന്നോട് ആദ്യോട് എന്തേലും മിണ്ട്. ആന്റി എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കണേ നിക്കണേന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, അല്ല ഈ മോനെ നിനക്കറിയാവോ ശ്രുതിന്ന് ചോദിക്കണേ. എനിക്കറിയത്തില്ല, ഏതാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണ. ഈ സമയം കുഞ്ഞ് കരയുന്ന മട്ടിലായിപ്പോയി. കുഞ്ഞിനെ അറിയത്തില്ല എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആദിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പെട്ടെന്ന് ചന്ദ്രമതിയും രവീന്ദ്രനും എല്ലാരും കൂടെ ഒരു നിമിഷം അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. ഇവൻ ചെന്നിട്ട് ആന്റി ആന്റി എന്നുള്ള ഇവന്റെ വിളിയും പിന്നെ ശ്രുതി അറിയത്തില്ല എന്ന് പറയുന്നതൊക്കെ. അപ്പൊ സച്ചിയും രേവതിയൊക്കെ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കി നിൽക്കുന്നത്. ഈ സമയം ശ്രുതിയുടെ അമ്മ ഓടി വന്നിട്ട് അവനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേ ഇവൻ എങ്ങനെയാ ആരെ കണ്ടാലും അതെ, എല്ലാരും ആന്റിമാരും അങ്കിളുമാരുമാ. അതുകൊണ്ടാ ശ്രുതിനെ കണ്ടിട്ട് ആന്റിന്ന് വിളിച്ചിട്ട് വന്നേ. അത് പരിചയം ഉണ്ടായിട്ടില്ല, എനിക്ക് പോലും ഇവിടെ അറിയത്തില്ല, പിന്നെ എങ്ങനെ ഇവനെ അറിയാവുന്നേ? അതേ നിൽക്കുന്ന രേവതി ആന്റി, രേവതിനെ ആന്റി എന്നാ വിളിക്കുന്നേ. മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, കണ്ടപ്പം മുതൽ ആന്റിന്ന് വിളിക്കുന്നത്, അല്ലാതെ ബാക്കിയെല്ലാം അങ്കിളെന്നാ വിളിക്കുന്നത്. ഇപ്പോഴാണ് ചന്ദ്രമതിക്ക് ശ്വാസം നേരെ വീണത് തന്നെ. ഒരു നിമിഷം ചന്ദ്രമതി ആ പാടെ പേടിച്ചു പോയായിരുന്നു. പിന്നീട് രേവതിയുടെ അടുത്തേക്ക് എന്നിട്ട്, വന്ന മോളെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയാ, പോയി ബാഗൊക്കെ എടുത്തോണ്ട് വരാം, ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാന്ന് പറയണം. അല്ല അമ്മ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ എഴുന്നേറ്റല്ലോ, ഇവൻ കഴിച്ച സമയത്ത് ഞാനും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പോയേക്കാന്ന് പറഞ്ഞിട്ട് നേരെ മുറിയിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഈ സമയം വല്ലാത്ത ടെൻഷനായിപ്പോയി ശ്രുതിക്ക്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, അത് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ചില കുട്ടികൾ ഇങ്ങനെ ഒരു കൾച്ചറില്ലാത്ത പോലെയാ സംസാരം, കേട്ടില്ലേ? അവ സ്കൂളിൽ പോലും പോയിട്ടില്ലാന്ന് തോന്നേ, അവനെ കണ്ടാൽ തന്നെ മതി എന്തോ പോലെ ഇരിക്കുന്നു. വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാ, അമ്മമ്മയുടെ കൂടെ അല്ലേ വളരുന്നേ, പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറുള്ളൂന്ന് പറയാ. ശ്രുതിയും പറഞ്ഞു, ശരിയാ ഒരുമാതിരി, അല്ലെങ്കിൽ ആദ്യം കാണുന്ന ആരൊക്കെ ഒരു ആന്റിന്ന് അങ്കിളെന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടാ കൊച്ചിന്, ഒരു സംസ്കാരം ഇല്ലാത്തതെന്ന് പറയാണ്. ശ്രുതിക്കാണെങ്കിൽ തീ നിൽക്കുന്ന ഒരു അവസ്ഥയാ, തന്റെ സ്വന്തം മോനെ കുറിച്ച് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പക്ഷെ ഇപ്പൊ എതിർത്ത് പറയാനൊന്നും പറ്റില്ല, എന്തേലും തന്റെ വായിന്ന് വീണ് പോയാൽ അതോടുകൂടി കല്യാണം മുടങ്ങും, തന്റെ ജീവിതം തീരും എന്നുള്ള കാര്യം ശ്രുതിക്കറിയാം. ശ്രുതി പിന്നീടൊന്നും മിണ്ടിയില്ല. പിന്നീട് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്ന ആദ്യം അതിന്റെ അമ്മയും കൂടെ അങ്ങോട്ട് പോവാണ്. ശ്രുതിക്ക് വല്ലാത്ത സങ്കടം വന്നു. ശ്രുതി പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ ആന്റീന്ന് ചോദിക്കുക. അല്ല ഫുഡൊന്നും കഴിച്ചില്ല, ഇതെന്താ എത്ര പെട്ടെന്ന്? ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാനങ്ങ് ചെല്ലട്ടെ, ഇപ്പൊ തന്നെ ഇത്ര ലേറ്റ് ആയില്ലേ, എന്നാലും ഇച്ചിരി ഫുഡെങ്കിലും കഴിച്ചിട്ട് പോയായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ഇനി വരുമ്പം കഴിക്കാലോ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് പോവാണ്. ഈ സമയം അച്ചമ്മയ്ക്കും അതോടൊപ്പം രവീന്ദ്രനും ചന്ദ്രമതിക്കും എല്ലാം അവർക്കെല്ലാം ദക്ഷിണയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഈ സമയത്ത് സച്ചി ചോദിച്ചു, അല്ല മുത്തശ്ശി ഇനി എന്തേലും വേറെ ചടങ്ങുണ്ടോ എന്ന് ചോദിക്കണം. ഇനി ചടങ്ങോ? ഇനി അല്ലേടാ ചടങ്ങുകൾ കിടക്കുന്നേ, ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി ചടങ്ങോ? ഇനി എന്ത് ചടങ്ങാ എടാ? ഇനിയിപ്പം കുഞ്ഞുങ്ങളുണ്ടാവും, കുഞ്ഞുങ്ങളുടെ നൂലുകെട്ട്, പിന്നെ അങ്ങ് വേണ്ട അങ്ങ് തുടങ്ങുമല്ലോ ഓരോ കാര്യങ്ങൾ. കുഞ്ഞുങ്ങളോ? അതെന്താ കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? ഇനി അടുത്ത ഇതേ വർഷം കുഞ്ഞിന്റെ നൂലുകെട്ടായിരിക്കും നടക്കാൻ പോണേന്ന് പറയാം. സച്ചി പറഞ്ഞ്, അച്ചമ്മയുടെ ഒരു കാര്യം ഒന്നും മിണ്ടായിരിക്കും അച്ചമ്മയെ, മനുഷ്യനെ നാണം കെടുത്താന്ന് പറയണ. അതെന്താ നാണം കെടുത്താൻ പാകത്തുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ലോ. രേവതിക്ക് ഇത് കേട്ടപ്പോ ചിരിയാണ് വന്നത്. ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാതെ ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ മോന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, അതിനിപ്പോ അവന് കുഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ്. പിന്നീട് ശ്രുതി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പൊ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ആദ്യം വിമലയും കൂടെ ചെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വിമലയോട് ചോദിച്ചു, അതെന്നെ ആന്റി എന്നെ കണ്ടിട്ട് മിണ്ടായിരുന്നെന്ന് ചോദിക്കുക. അത് പിന്നെ മോനെ എനിക്കറിയാം, ആന്റിക്ക് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും ആന്റിയോടും മിണ്ടായിരുന്നേ. ഇനി ഞാൻ ആന്റിയോട് മിണ്ടില്ല, ആന്റിയെ കണ്ടാലും മിണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അങ്ങോട്ട് ശ്രുതി വരുന്നേ. ശ്രുതിനെ കണ്ടത് ആദ്യം മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞാല് പിള്ള മനസ്സ് കള്ളല്ലെന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ ശ്രുതിയോട് ചോദിച്ചു, അല്ല ആന്റി, ആന്റിനെ ഞാൻ എത്ര വട്ടം പിടിച്ചു, ആന്റി എന്നോട് എന്നെ ഒന്നും മിണ്ടായിരുന്നേ. അത് മോനെ എനിക്ക് എത്ര വിഷമമായെന്നറിയാം, എത്ര വട്ടം ഞാൻ ചോദിച്ചു ആന്റീനെ, അപ്പൊ ആന്റി എന്നെ ഒന്നും മിണ്ടിയില്ല എന്നോട്. അത് ആന്റി തിരക്കായി പോയതുകൊണ്ടല്ലേ, അതുകൊണ്ടാ. ആന്റിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് പിന്നെ ആന്റിച്ച് തിരക്കായിരുന്നു, അതാ മോൻ വിഷമിക്കല്ലേന്ന് പറയണം. പിന്നെ ബാഗിനകത്ത് രണ്ട് ചോക്ലേറ്റ് എടുത്തു കൊടുക്കുക. എന്നാ മോന് ഫേവറേറ്റ് ചോക്ലേറ്റ്, ഹായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് ആദ്യം പിടിച്ച് അങ്ങോട്ട് പോവാണ്. ഇങ്ങോട്ട് മാറി നിൽക്കുക. ഈ സമയത്താണ് അങ്ങോട്ട് പി എ വന്ന് ഇടയ്ക്ക് ശ്രുതി പോയി മസാജിങ് ഇതൊക്കെ ചെയ്ത് തെറാപ്പിയൊക്കെ ചെയ്തു കൊടുക്കും ശ്രുതിയുടെ ഒരു മാഡത്തിന്റെ വീട്ടിൽ പോയിട്ട്. അപ്പൊ അയാളുടെ പി എ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയെ വന്ന് ശല്യം ചെയ്യുന്ന അയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അങ്ങനെ അയാൾ വന്ന് ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. പക്ഷെ ശ്രുതി ഇത് കണ്ടില്ല. അപ്പൊ അയാളടുത്ത്, ഇതേതാ ഈ അമ്മയും കുഞ്ഞും? അമ്മ ഒരു ചിറങ്കൊച്ചുണ്ടല്ലോ കൂടെ,
ശ്രുതിയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, എന്താന്ന് കേട്ട് കളയാന്ന് ഓർത്ത അയാൾ അവിടെ നിന്ന് നിൽക്കുവാണ്. പക്ഷെ ഇത് ശ്രുതി കണ്ടുമില്ല, ശ്രുതി തിരിഞ്ഞു നിന്നുകൊണ്ട് അയാളെ കണ്ടുമില്ല. പിന്നീട് അവരോട് വിമലയോട് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേ, അമ്മയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ആ വഴി പോയാൽ പോരെന്ന് ചോദിക്കുക. അല്ല അത് മോളെ പിന്നെ രേവതി പറഞ്ഞുകൊണ്ട്, രേവതി പറഞ്ഞാൽ പിന്നെ അമ്മ ഇങ്ങോട്ട് വരുമോ, ഒരു പരിചയമില്ല, ചുമ്മാ അങ്ങോട്ട് വന്നേക്കുക. അതല്ല മോളെ, ആദിയുടെ ജീവൻ രക്ഷിച്ച അവളാണല്ലോ, അപ്പൊ അതുകൊണ്ട് ആ അവിടെ നന്ദിയും കടപ്പാടും വേണ്ടേ, പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇങ്ങനെയാണോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ ആ വീടിന്റെ പരിസരത്ത് പോലും അമ്മ വന്നു പോയേക്കല്ലേ. അറിയാലോ, ഞാൻ കുറെ കാലം ആശിച്ചു മോഹിച്ചിരുന്ന് കിട്ടിയ കല്യാണം അത്. ഇനി ഈ കല്യാണം മുടങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുക. മോളെ നീ എന്തൊക്കെയാ പറയണേ, നിനക്ക് അത് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം. പിന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട്, എന്നിട്ട് ഈ വിവാഹം മുടക്കാനാണ് അമ്മയുടെ പ്ലാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വിവാഹം കൂടെ മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് അമ്മയുടെ കൂടെ ജോലി ചെയ്ത് നിൽക്കുന്നോർത്ത് അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഈ ശ്രുതിനെ അതിന് കിട്ടില്ല എന്ന് പറയണം. പെട്ടെന്ന് പറഞ്ഞു, നീ എന്ത് വർത്താനോ എന്റെ കല്യാണി പറയണേ. ഇവളുടെ പേര് കല്യാണി എന്നാണോ, കല്യാണി എന്ന് പറഞ്ഞാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രുതി എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. കല്യാണി ഞാൻ പറയുന്നത് നീ കേൾക്ക്, അവിടെ സത്യങ്ങളൊക്കെ തുറന്നു പറ. എന്തിനാ നീ ഇങ്ങനെ മറച്ചു വെച്ച്, ഒരു കാലത്ത് ഈ വിവാഹം ശാശ്വതം ആവില്ല അങ്ങനെ മറച്ചു വെച്ച് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെ തന്നെ നീ ഓർത്ത് വയ്ക്കേ, ഇന്ന് 4 ആള് കൂടിയപ്പോ നീ ആദ്യനെ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, ഇവന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അതോർത്ത് അമ്മ വിഷമിക്കണ്ട, ഇവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം, എനിക്കറിയാം. അപ്പൊ അമ്മ ഉള്ളതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ എനിക്ക് ഇവനെ നോക്കാൻ അറിയാന്ന് പറയണം. നീ ഇത് പറയും, പക്ഷെ പറച്ചില് മാത്രമേ ഉള്ളൂ. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അനാഥനാവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയണം. അമ്മ ഇങ്ങനെ സംസാരിക്കരുത്. അതെ നീ പൊക്കോ, നിനക്ക് കുറെ ജോലിയുള്ളതല്ലേ, ഞാൻ ബസ് വല്ലതും കയറി പൊക്കോളാന്ന് പറയാം. വേണ്ടമ്മേ, ഞാൻ അമ്മനെ കയറ്റി പൊക്കോളാം. വേണ്ട സുധി, നീ പൊക്കോ, എനിക്ക് തന്നെ കയറി പോകാൻ അറിയാം. നിനക്ക് പേടിയുണ്ടായിരിക്കും ഇനി ഞാൻ തിരിച്ച് രേവതിയുടെ അടുത്തേക്ക് പോകുന്നില്ലേ. അങ്ങനെ ഞാൻ പോകത്തൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് തന്നെ പോണേ എന്നും പറഞ്ഞു അന്നും പറഞ്ഞുകൊണ്ട് വിമല അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ശരിയമ്മയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോവാണ്. ശ്രുതി പോയതും അയാൾ നോക്കി. അപ്പൊ ഇവൾക്ക് എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ട്, അതെന്താന്ന് കണ്ടുപിടിക്കണം. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇവള് വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്. ആഹോ, അപ്പൊ അങ്ങനെയാണ് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ആ വരന്റെ വീട്ടുകാരെ അറിയിക്കണം. ഇവളുടെ വിവാഹം മുടങ്ങണം. തന്റെ കർണത്തടിച്ചോളാം ഇവിടെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് അയാൾ മനസ്സിൽ കരുതുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് ബസ് വരുന്നത്, ബസ്സിന്റെ സൗണ്ട് കേട്ടോ അയാൾ എന്ത് ചെയ്യാ, പെട്ടെന്ന് ഓടി ബസ്സിലേക്ക് കയറാണ്ട് വരുവാണ്. അങ്ങനെ ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ ബസ്സിലേക്ക് കയറി, പുറകെ അയാളും കയറി. പിന്നീട് കയറിന് ടിക്കറ്റ് എടുക്കുവാണ്. ടിക്കറ്റ് എടുക്കാനായിട്ട് അയാൾക്ക് എങ്ങോട്ടാ എടുക്കണേന്ന് അറിയത്തില്ല. അപ്പൊ ശ്രുതിയുടെ അമ്മ ആദ്യം എടുക്കട്ടെ എന്നൊരു കരുതിയിരുന്നു. അങ്ങനെ ഒരു കുമാരമംഗലം എന്ന് പറയാണ്. പിന്നീട് അയാളും ആ പേര് തന്നെ പറഞ്ഞു. ഈ സമയത്താണ് ശ്രുതിയുടെ കോൾ വരുന്നത്. ശ്രുതി കോൾ വിളിച്ചിട്ട്, അമ്മ ബസ് കിട്ടിയെന്ന് ചോദിക്കാണ്. ബസ് കിട്ടി മോളെന്ന് പറയാണ്. അമ്മ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അമ്മ ഇനി ഇങ്ങോട്ട് വരില്ലെന്ന് പറയണേ. ഇല്ല മോളെ ഞാൻ വരത്തില്ല, പക്ഷെ മോളൊരു കാര്യം ചെയ്യണം, അവിടുത്തെ അമ്മയോടോ ആരുടെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയണം, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ നശിച്ചു പോകുന്നു പറയാ. ഇനി നീ കള്ളത്തരം ഇങ്ങനെ മനസ്സിട്ടുകൊണ്ട് നടക്കരുത്, അത് നിന്റെ കുടുംബജീവിതം തകർത്തു കളയുമെന്ന് പറയാ. പെട്ടെന്ന് പുറയിരുന്ന അയാളോർത്ത്, ഓഹോ, അപ്പൊ എന്തോ കള്ളത്തരങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയും നാളും കാണിച്ചോണ്ടിരുന്ന മിക്കവാറും കള്ളത്തരമായിരിക്കും. അതെന്താന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം, അല്ലെങ്കിലും അതിനു വേണ്ടിയിട്ട് ആണല്ലോ തന്റെ ഈ പോക്കെന്ന് ഉറക്കുവാണ്. പിന്നീട് ബസ് കയറി ബസ് ഇറങ്ങുവാണ്. ശ്രുതിയുടെ മോനും കൂടെ. അങ്ങനെ സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അയാൾ നല്ല ഉറക്കമായിരുന്നു പുറകെ ഇരുന്നിട്ട് പിയെ. അയാൾ അറിഞ്ഞില്ല സ്ഥലം എത്തിയെന്നൊക്കെ. അപ്പൊ ഇവരറിഞ്ഞു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് ബസ് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കണ്ടക്ടർ എന്ന് പറഞ്ഞത്, ഇവിടെ തനിക്ക് കുമാരമംഗലത്തല്ലേ ഇറങ്ങാനുള്ള, അതെ സ്ഥലം എത്തിയെന്ന് പറയാണ്. കണ്ണു തുറന്ന് നോക്കിയപ്പം ശ്രുതിയുടെ അമ്മേനെയും മോനെയും ഒന്നും കണ്ടില്ല. പെട്ടെന്ന് അയാൾ ചാടി ഇറങ്ങുമ്പോൾ അവരങ്ങ് നടന്നു പോകുന്ന കാഴ്ചയുണ്ടേ. പെട്ടെന്ന് അവരെ അങ്ങ് പിന്തുടരുവാണ്. പിന്നീട് വീട്ടിലിങ്ങനെ കലാപതി മുത്തശ്ശി രവീന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഫുഡൊക്കെ തികഞ്ഞായിരുന്നല്ലോ അല്ലേ എന്ന് മുത്തശ്ശിയോട് ചോദിച്ചു. എല്ലാം തികഞ്ഞായിരുന്നു മോനെ രവീന്ദ്രനോട് പറയാം. അല്ല എനിക്കെന്തോ, ആ ശ്രുതി പോയി കഴിഞ്ഞപ്പോൾ നിന്നോട് പറഞ്ഞിട്ടാണ് പോയത്. ഇല്ലമ്മ എന്നോട് പറഞ്ഞില്ല. അമ്മയോട് പറഞ്ഞില്ലേ? എന്നോടും പറഞ്ഞില്ല. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, പിന്നീട് പോകാൻ നേരം ആ സന്തോഷമൊന്നും കണ്ടില്ല. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആളുടെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നുണ്ടോ, എന്തോ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല. നീ ഒരു കാര്യം ചെയ്യണം രവി, എത്രയും പെട്ടെന്ന് അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. അവൾ എത്ര കാര്യമാണ് എങ്ങനെയാന്നൊക്കെ ഒന്നും അറിയത്തില്ലാതെ പോയി കുഴി ചാട്ട് കാര്യമില്ലോ എൻ്റെ അമ്മേ. ഇതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ അന്വേഷിച്ചും പിടിച്ചും വെച്ചിട്ട് തന്നെയാ അമ്മയുടെ മരുമോളും മോനും കൂടെ ഈ കല്യാണം ഉറപ്പിച്ചു തന്നെ. അവർക്ക് ഇഷ്ടമായി ബന്ധം, പിന്നെ ഞാനിപ്പോൾ എതിർത്തിട്ട് എന്ത് ചെയ്യാനാ? എന്തേലും വിധി ശ്രുതിക്കുണ്ടെങ്കിൽ അതാ അവൻ അനുഭവിക്കും, എനിക്കിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത്. നന്ദി.